പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ അഷ്റഫ് ചങ്ങൻകുളങ്ങര. ഇത് പരീക്ഷാകാലമാണ്. നന്നായി കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടും എക്സാമിന് വേണ്ട റിസൾട്ട് ലഭിക്കുന്നില്ല. പഠിച്ചതെല്ലാം മറന്ന് മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ ഏറെയാണ്. അതുപോലെ തന്നെ എത്ര ട്യൂഷൻ കൊടുത്തിട്ടും എത്രയൊക്കെ പാതിരാ വരെ ഇരുത്തി പഠിപ്പിച്ചിട്ടും എൻ്റെ മക്കൾക്ക് മാത്രം മാർക്ക് ലഭിക്കുന്നില്ല, എൻ്റെ മക്കൾക്ക് മാത്രം മാർക്ക് കുറവാണെന്ന് അഭിപ്രായപ്പെടുന്ന രക്ഷിതാക്കളും ഇന്ന് കുറവൊന്നുമല്ല. എന്നാൽ പരീക്ഷ എന്താണെന്നും അതെന്തിനാണെന്നും എങ്ങനെയൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഉയർന്ന മാർക്കോടുകൂടി ഉന്നത വിജയം കരസ്ഥമാക്കാനാവുക എന്നുമൊക്കെയുള്ള ചിന്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ പരീക്ഷയെ നോക്കിക്കാണുന്ന തെറ്റായ സമീപനങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാതെ പോകുന്നത്. എല്ലാവർക്കും പരീക്ഷയെ ഭയങ്കര പേടിയാണ്. പരീക്ഷ ഒരു പേടി സ്വപ്നമായിട്ടാണ് നിങ്ങളെല്ലാവരും കാണുന്നത്. പക്ഷേ പരീക്ഷയോട് സമീപിക്കേണ്ടത് ഒരു കൂട്ടുകാരനായിട്ടാണ്. നമ്മുടെ കൂട്ടുകാരനാണ് പരീക്ഷ എന്നൊരു ചിന്തയിലേക്ക് നമ്മുടെ മാനസിക തലങ്ങളെ നമ്മൾ കൊണ്ടുവരണം. അതിനാദ്യമായി ചെയ്യേണ്ടത്, പണ്ട് കാലത്ത് കുട്ടിക്കാലം മുതലേ എക്സാം എന്നും പറഞ്ഞ് പേടിപ്പിച്ച് നമ്മളുടെ രക്ഷിതാക്കൾ, നമ്മുടെ പേരൻസ്, അതുപോലെ നമ്മുടെ കൂട്ടുകാർ, അവരൊക്കെ നമ്മുടെ ഉള്ളിൽ നിറച്ചിട്ട് ഒരു ഭീതിയുണ്ട്, ഒരു ഭയാനകാന്തരീക്ഷം, ഒരു പരീക്ഷാ പേടി. അതിനെ മനസ്സിൽ നിന്നും പാടെ പിഴുത് ദൂരെ എറിയണം. പരീക്ഷ എന്താണെന്ന് നാം മനസ്സിലാക്കണം. അതൊരവസരമാണ്. നമ്മളുടെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ നിലവാരത്തിൽ നിന്നും നമ്മെ ഉയർന്ന ഒരു പൊസിഷനിലേക്ക് പ്രൊമോഷൻ ചെയ്യാനുള്ള അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന നമ്മളുടെ ഒരു കൂട്ടുകാരനാണ്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നമ്മുടെ നല്ല സുഹൃത്താണ് പരീക്ഷ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവന് +1 പഠിക്കാനാവുക? അതുപോലെ തന്നെ +2 പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പരീക്ഷയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഡിഗ്രിക്ക് കടക്കാനാവുക? ഡിഗ്രിക്ക് കടക്കുന്ന വിദ്യാർത്ഥിക്ക് പരീക്ഷയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് PG തലത്തിലേക്ക് എത്താനാവുക? അതേപോലെ നോക്കിയാൽ പല പരീക്ഷകളും ഇല്ലെങ്കിൽ നമുക്കൊക്കെ എങ്ങനെയാണ് നല്ല ജോലികളും നല്ല പൊസിഷനിലുമൊക്കെ എത്താൻ സാധിക്കുക? അപ്പോൾ പരീക്ഷയോട് നാം കൂട്ടുകൂടണം. പരീക്ഷയോടുള്ള തെറ്റായ സമീപനങ്ങളെ ആദ്യം നാം ഇല്ലാതാക്കണം. പരീക്ഷയോട് സൗഹൃദം കൂടുമ്പോഴേ നമുക്ക് പഠിക്കാനുള്ള ഒരു താല്പര്യം, ഒരു ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ. വിജയമെന്ന ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ നമുക്ക് നല്ല പ്ലാനിങ് ഉണ്ടാവണം. അതായത് നമുക്ക് വിജയിക്കണമെങ്കിൽ ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം പഠിച്ചാലാണ്, ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോയാലാണ് നമുക്ക് വിജയത്തിൻ്റെ സുന്ദരമായ സൈദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളാനാവുക, നല്ല മാർക്ക് ലഭിക്കുക എന്നൊക്കെയുള്ള വ്യക്തമായ പ്ലാനിങ് നമുക്കുണ്ടാവണം. അതുപോലെ നമ്മൾ പഠിക്കുന്നതിൽ ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്യണം. ആദ്യം എളുപ്പമുള്ള വിഷയം പഠിച്ചു തുടങ്ങണം. അപ്പോൾ നമുക്ക് പഠിക്കാനൊരു താല്പര്യമുണ്ടാകും. പിന്നീട് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ പഠിക്കുകയും അതിനുവേണ്ടി കുറച്ച് കൂടുതൽ സമയം മാറ്റിവെക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ആവേശം കൂടാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു പാരഗ്രാഫ് വായിച്ചാൽ അതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, അതിൻ്റെ ഒരു സമ്മറി, അതിൻ്റെ ഒരു ചുരുക്കരൂപം നിങ്ങൾ എഴുതി വെക്കുക. 1 മണിക്കൂർ പഠിക്കുമ്പോൾ 10 മിനിറ്റ് നിങ്ങൾ ഇടവേള കണ്ടെത്തുക. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് തന്നെ ഒരു എക്സാം ഉണ്ടാക്കുക. കുറേ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളൊരു ചോദ്യപേപ്പർ ഉണ്ടാക്കുകയും നിങ്ങൾ തന്നെ അതിന് ഉത്തരങ്ങൾ എഴുതി പഠിക്കുകയും ചെയ്യുക. അതുപോലെ നിങ്ങൾ പാതിരാത്രി 2 മണി 3 മണി വരെ ഒന്നും പഠിക്കാൻ നിൽക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഊർജ്ജസ്വലത നഷ്ടപ്പെടുകയും പിറ്റേ ദിവസത്തെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഉണരുമ്പോൾ നിങ്ങൾ പഠിച്ചതിൻ്റെ 35% മാത്രമാണ് നിങ്ങളുടെ ചിന്താന്തരങ്ങളിലേക്ക് കടന്നു വരുന്നത്. അത് നിങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് അത് മറക്കാൻ സാധ്യതയില്ല. പഠിക്കുമ്പോൾ ശാന്തമായ സ്ഥലത്തിരുന്ന് പഠനത്തോട് നല്ല താല്പര്യത്തോടു കൂടി തന്നെ പഠിക്കുക. 30% വായിച്ചു പഠിക്കുകയും 70% പറഞ്ഞു പഠിക്കുകയും ചെയ്യുക. പിന്നീട് അത് നന്നായി എഴുതി പഠിക്കുകയും ചെയ്യുക. എക്സാമിൻ്റെ തലേ ദിവസം രാത്രി 10 മണി വരെ പഠിക്കാവൂ. പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങണം. അതിരാവിലെ നേരത്തെ 4 മണിക്കോ 5 മണിക്കോ എഴുന്നേൽക്കുക. മനസ്സൊന്ന് ശാന്തമാക്കി നന്നായി ബ്രീത്ത് ചെയ്തിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി ഒന്ന് ഓർക്കുക. ശേഷം നിങ്ങൾ നന്നായി എക്സാം എഴുതുന്നതായും നിങ്ങൾക്ക് കിട്ടിയ ചോദ്യപേപ്പറുകളിലെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായും ഇമാജിൻ ചെയ്യുക. അതുപോലെ പരീക്ഷാ ഹാളിലെത്തുമ്പോൾ നിങ്ങൾ തികച്ചും പോസിറ്റീവായ എനർജി ക്രിയേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി ബ്രീത്ത് ചെയ്ത് മനസ്സങ്ങ് റിലാക്സ് ചെയ്യുക. ഏറ്റവും നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ, വേണ്ട രീതിയിൽ പേപ്പറിൽ വൃത്തിയായി ആൻസർ എഴുതുക. അതിലൂടെ പേപ്പർ നോക്കുന്ന അധ്യാപകർക്ക് നമുക്ക് എഴുതുന്നതൊക്കെ ശരിയാണെന്നൊരു തോന്നലുണ്ടാവുകയും ശരിയിടാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ നിമിഷം മുതൽ നിങ്ങൾ തയ്യാറെടുക്കുക. ഞാൻ വിജയിയാണെന്നും നല്ല മാർക്കോടുകൂടി ഉന്നതമായ വിജയം കരഗതമാക്കാൻ വേണ്ടി ഞാൻ നന്നായി പരിശ്രമിച്ച് പഠിക്കുമെന്നും നിങ്ങൾ നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കുക. ഇനി നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് നിങ്ങളാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ, വേണ്ട രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് നാളെ നല്ല റിസൾട്ട് ഉണ്ടാകും. നന്നായി പഠിച്ച് നല്ല ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ എക്സാം എഴുതുക. ഉയർന്ന മാർക്കോടുകൂടി ഉറപ്പായി നിങ്ങൾ വിജയിക്കും. എല്ലാ പരീക്ഷാ വിദ്യാർത്ഥികൾക്കും എൻ്റെ 1000 വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.